So Lorentz force F is equal to QE plus Q into V cross B. അതായത് the total force due to the presence of an electric field and also due to the presence of a magnetic field. In the case of a positive charge or negative charge Q, which is moving from one point to another with a velocity V, then we know that when a charge is moving from one point to another, then a magnetic field is developed perpendicular to it. ഇതിന് 90 ഡിഗ്രി ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ഹിയർ വി ഗെറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി. സോ ഈ വി ക്രോസ് ബി, ദാറ്റ് മീൻസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, വി ക്രോസ് ബി ഈസ് ഈക്വൽ ടു വി ബി സൈൻ തീറ്റ. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90, വി ബി സൈൻ 90. Vb sin 90 is equal to 1, that is equal to Vb. So the maximum value of the Lorentz force F is equal to QE plus Q into അല്ലെങ്കിൽ QVB. ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. The largest value or the maximum value of the Lorentz force in the case of both electric field and magnetic field. ഇനി ഇലക്ട്രിക് ഫീൽഡ് മാത്രമുള്ള കേസിലാണെങ്കിൽ ഏതാ ഇക്വേഷൻ? ഇവിടെ E ഉണ്ട്, B ഉണ്ട്, ഇവിടെ E ഉണ്ട്, B ഉണ്ട്. If there is only E or electric field only in the case of the charge, then F is equal to QE മാത്രം. If here there is only magnetic field B, then F is equal to Q into V cross B. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. എഫ് വെക്ടറാണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ദ ചാർജ് ആണ്, അത് വെക്ടറാണ്, ബി വെക്ടറാണ്. ഇവിടെ എഫ് വെക്ടറാണ്, ഇ വെക്ടറാണ്. ഇവിടെ ലോറൻസ് ഫോഴ്സ് വെക്ടറാണ്, വി വെക്ടറാണ്, ബി വെക്ടറാണ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് the circular motion of a charged particle in a uniform magnetic field. So circular motion of a charged particle in a uniform magnetic field. മാഗ്നറ്റിക് ഫീൽഡിന് ഞാൻ ബി എന്ന് എഴുതി സമയം കളയാതിരിക്കാനാണ്. അപ്പം നമുക്ക് പറഞ്ഞു ദ സർക്കുലാർ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മീൻസ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് മാത്രമേ ഉള്ളെങ്കിൽ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? That is equal to QVB sin theta. When theta is equal to 90, we got the maximum value. അല്ലെങ്കിൽ വെലോസിറ്റിക്ക് 90 ഡിഗ്രി ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. Then theta is equal to 90. Sin theta is equal to sin 90 is equal to 1. Then F is equal to QVB. That is taken as equation number 1. അപ്പം ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്കറിയാം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും പാരലൽ ലൈൻ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ പറയുകയാണ് അതിനകത്തോടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് R ആണ്. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V ആണ്. എങ്കിൽ നമുക്കറിയാം ഒരു സർക്കുലാർ പാത്ത് ഒരു ചാർജ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂവൽ ഫോഴ്സിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ ഹിയർ ഓൾസോ വി ക്യാൻ കൺസിഡർ ദാറ്റ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് that the force towards the
inside or the center point, centripetal force equal to centrifugal force here. The centripetal force, the value of centripetal force value അറിയാം നിങ്ങൾക്ക്. Centripetal force is equal to mv square by r, where m is the mass of the charge, q in the mass, and here the charge moving with the charge q with the mass m, then v is the velocity, r is the radius of the circular motion of the charged particle. So F is equal to mv square by r. അപ്പോൾ നമ്മളിവിടെ പറയുന്നു സർക്കുലാർ മോഷൻ ആണ്. സോ ഒരു ലോറൻസ് ഫോഴ്സ് യൂണിഫോം ആൻറ്റി ഫീൽഡ് ആകുമ്പം ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ഉള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ ക്യു വി ബി. സോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കിതിനെ ഈ സർക്കുലാർ മോഷനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഇനി അപ്പോൾ നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. Then we can equate both the equation. mv square by r is equal to qvb എന്ന് എഴുതാം. m is the mass of the charged particle, v is the velocity, r is the radius of circular motion. Circular motion പെടുന്ന ചാർജിന്റെ സർക്കുലാർ പാത്തിന്റെ റേഡിയസ്, q ചാർജിന്റെ വാല്യൂ, v velocity, b magnetic field, this uniform magnetic field. So ഇവിടെ നമുക്കൊരു v ഉണ്ട്. We can cancel this to v on both sides. Then mv divided by r is equal to q into p. Again അതിനകത്ത് നിന്ന് നമുക്ക് റേഡിയസിന്റെ വാല്യൂ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന റേഡിയസിന്റെ വാല്യൂ r is equal to mv divided by q into b. That is the first equation that we wanted to prove. So this equation indicate that ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ട് കഴിഞ്ഞാൽ, ബി എന്ന് പറയുന്ന ഒരു യൂണിഫോം ആൻറ്റി ഫീൽഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിള് ലോറൻസ് ഫോഴ്സ് മൂലം ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സർക്കുലാർ പാത്തിൻ്റെ റേഡിയസിൻ്റെ വാല്യൂ ആർ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ക്യൂ പി. വളരെ എളുപ്പമാണ്. ലോറൻസ് ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ ക്യൂ വി ബി എന്ന് എടുക്കുക, അതിനെ എം വി സ്ക്വയർ ബൈ ആർ കൊണ്ട് ഇക്വേറ്റ് ചെയ്യുക, അതിനകത്ത് ഒരു ആറിന്റെ വാല്യൂ കിട്ടും. സോ ദ റേഡിയസ്, ഇതിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സൈക്ലോട്രോണിന്റെ കേസിൽ ദ റേഡിയസ് ഓഫ് എ സൈക്ലോട്രോൺ എന്ന് വിളിക്കുന്നത്. സോ ദിസ് വാല്യൂ ഈസ് റെപ്രസെന്റ് the radius of a cyclotron. അപ്പോൾ അതൊരു ചാർജ് ആക്സിലറേറ്റർ ആണ്. ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ മൂവ് ചെയ്യുകയും അതിൻ്റെ മാസ് എമ്മും വി വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ബിയും ആണെങ്കിൽ അതുണ്ടാക്കുന്ന സർക്കുലാർ പാത്ത് അല്ലെ റേഡിയസിന്റെ വാല്യൂ എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആയിരിക്കും. ഇനി ഒരു പ്രാവശ്യത്തെ റൊട്ടേഷന്, അതായത് ഒരു സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഇത് എത്ര സമയം എടുക്കും നമുക്കറിയാം. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ടൈം പീരിയഡ്. നമ്മൾ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ദ ടൈം ടേക്കൻ ടു വൺ റെവല്യൂഷൻ ഓർ ഫോർ ദ കംപ്ലീഷൻ ഓഫ് വൺ റൊട്ടേഷൻ. അപ്പം നമുക്കറിയാം അതിൻ്റെ ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോക്കിയേ, ടൈം പീരിയഡ് ടി കാണണമെങ്കിൽ ടി എന്ന് പറയണത് അത് മൊത്തം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി അല്ലേ. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ടി ഈസ് ഈക്വൽ ടൈം അല്ലെങ്കിൽ പീരിയഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ പാത്തിൽ ആർ റേഡിയസ് ആണെങ്കിൽ ചുറ്റളവ് 2πr ആയിരിക്കും. ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇവിടുന്ന് നമുക്ക് കാണാം. ലെറ്റ് കൺസിഡർ ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. From equation number 3,
You can write it as എന്നാന്ന് എഴുതാം V is equal to QBR മുകളിലോട്ട് പോകും QBR by M അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2πr divided by QBR by M. അപ്പം നമുക്കറിയാം രണ്ട് വാല്യൂയും ക്യാൻസൽ ചെയ്യാം, ആറും ക്യാൻസൽ ചെയ്യാം, എം മോളിൽ പോവും. 2πm divided by QB, that is the time period of a particle, of a charged particle moving through a circular path in a uniform magnetic field. ആദ്യം പറഞ്ഞത് അത് എത്ര റേഡിയസിലായിരിക്കും അതിൻ്റെ മോഷൻ എന്നാണ്. ഇപ്പം പറയുന്നു ഒരു r റേഡിയസിലുള്ള ഒരു സർക്കുലർ പാത്ത് മൂവ് ചെയ്ത് തീർക്കാൻ അത് എത്ര സമയമെടുക്കുമെന്ന്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഫ്രീക്വൻസി മ്യൂ എന്ന് പറയുന്നത് 1/t ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ ന്യൂ ഈസ് ഈക്വൽ ടു QB divided by 2πm. That is the another equation. ഈ ഇക്വേഷൻ തന്നെയാണ് സൈക്ലോട്രോണിൻ്റെ കേസിലും നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ഇക്വേഷൻസ്. സോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു പോസിറ്റീവ് അല്ല ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ സർക്കുലാർ റേഡിയസിൽ ആക്സലറേറ്റ് ചെയ്യുന്നതാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഒരു സൈക്ലോട്രോണിൻ്റെ റേഡിയസ് കാണാൻ പറഞ്ഞ് പ്രോബ്ലം ചോദിച്ചാൽ തന്നിരിക്കുന്ന ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിൻ്റെ മാസ് ഇൻറ്റു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ 1.16 × 10⁻19 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. ടി കാണാൻ 2πm ഡിവൈഡഡ് ബൈ QB, ന്യൂ കാണാൻ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. ഓക്കെ, MB by QB, 2πm by QB, പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ. is the radius of a charged particle through a uniform magnetic field, is the time taken to complete one rotation. This is the frequency of the cyclotron or a charged particle. This is the time period. This is the time period for one rotation. This is the frequency, or it is called cyclotron frequency. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേഷനിലാണ് ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്ലോട്രോൺ ആണെന്ന് ഓൾറെഡി അത് മനസ്സിലാക്കിക്കോണം. അതിൻ്റെ ഫ്രീക്വൻസി കാണാൻ പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ഹെഡിങ്, സർക്കുലർ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ് ആക്സലറേറ്റർ. ഇറ്റ് മീൻസ് ഒരു ഡെഫിനിഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തു. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു ഹൈ എനർജി. ഹൈ എനർജിയിലേക്ക് അല്ലെ ഹൈ എനർജിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു accelerate charged particles. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് ചോദ്യം ഇങ്ങനെ വരാറുണ്ട്. ഒന്ന്, ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ഒരു ചാർജ് പാർട്ടിക്കിളാണ്, പ്രോട്ടോൺ അല്ല E+ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇങ്ങനെ ആയിരിക്കും. ന്യൂട്രോൺ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണോ? ന്യൂട്രോൺ സൈക്ലോട്രോണിൽ ആക്സലറേറ്റിംഗ് പാർട്ടിക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയോ ഇല്ലയോ? പറ്റുമോ മീട്ടു? പറ്റില്ല. കാരണം അതിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തൊരു പാർട്ടിക്കിള് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സർക്കുലർ മോഷൻ തരില്ല, അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് തരില്ല. അതുകൊണ്ടാണ് ന്യൂട്രോൺ പറ്റാത്തത്. പിന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇലക്ട്രോൺ പറ്റുമോ എന്ന്. അപ്പം നമ്മൾ ചിന്തിക്കും ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്,
നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇലക്ട്രോൺ പറ്റുമെന്ന്. പക്ഷേ ഇലക്ട്രോണും സൈക്ലോട്രോണിൽ ഉപയോഗിക്കാറില്ല. കാരണം ഇതാണ്, ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് വെരി ലെസ്. സോ ഇതിൻ്റെ മോഷൻ ഒരു റിലേറ്റിവിസ്റ്റിക് മോഷനിലേ ഇതിങ്ങനെ പോവുള്ളൂ. അതിന് കൃത്യമായ ഒരു സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇലക്ട്രോണിനെയും നമ്മൾ അതിൻ്റെ വെരി ലെസ് മാസ് ആയതുകൊണ്ട് അതിനെയും നമ്മൾ സൈക്ലോട്രോണിൽ ഉപയോഗിക്കാറില്ല. ഇപ്പം ന്യൂട്രോൺ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം അത് ചാർജ്ലെസ് ആണ്. ഇലക്ട്രോൺ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം ഇറ്റ്സ് മാസ് ഈസ് വെരി ലെസ്. സോ ഒരു റിലേറ്റിവിസ്റ്റിക് മോഷനാണ്, അതൊരു കൃത്യമായ സർക്കുലർ പാത്ത് തരില്ല. ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഏത് പാർട്ടിക്കിളാണ് സൈക്ലോട്രോണിൽ ഉപയോഗിക്കുന്നത്? പ്രോട്ടോൺ അല്ലെ പോസിട്രോൺ എന്ന് പറയും. ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. പ്രോട്ടോണും പറ്റും പോസിട്രോണും പറ്റും. വേണേൽ പി എന്ന് എഴുതിക്കും. പി എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇ പ്ലസ് എന്ന് പറയുന്നത് പോസിട്രോൺ. പോസിട്രോൺ ആൻഡ് പ്രോട്ടോൺ ഇത് രണ്ടും പറ്റും. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ്? ലോറൻസ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആയിട്ട്. അപ്പോൾ എന്നാ പറ്റും? അതങ്ങ് എഴുതിയാൽ മതി. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് നോർമൽ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു നോർമലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലായിരിക്കും ഇതിൻ്റെ മൊത്തം വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ QVB ആയിരിക്കും. ദർ ഇസ് എ ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. ആ ലോറൻസ് ഫോഴ്സ് മൂലം ഇതൊരു സർക്കുലർ മോഷനിൽ ഏർപ്പെടും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. ലോറൻസ് ഫോഴ്സ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ദ സൈക്ലോട്രോൺ. അടുത്തതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? നെക്സ്റ്റ് അതിൻ്റെ വർക്കിംഗ്. കൺസ്ട്രക്ഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് രണ്ട് ഡീസ് ഉണ്ട്. ഡീസ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ 2 ലൈൻ വരച്ചെന്നേ ഉള്ളൂ. ഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ഡിയുടെ ഷേപ്പ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ പയർമണിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്ന പോലെ പറയും. ഇതാണ് ഒരു ഡി, ഇതാണ് അടുത്ത ഡീസ്. ഇങ്ങനെ 2 ഡീസ് ഇരിക്കും. ഇതിനെ ഞാൻ D1 എന്ന് എഴുതി, ഇതിനെ ഞാൻ D2 എന്ന് എഴുതി. നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലാറ്റ് semicircular hollow metallic. It has 2 D's. അതെങ്ങനെയായിരിക്കണം? ഫ്ലാറ്റ് ആയിരിക്കണം, സെമി സർക്കുലർ ആയിരിക്കണം, ഹോളോ ആയിരിക്കണം, മെറ്റാലിക് ആയിരിക്കണം. ദാറ്റ് ആർ D1 ആൻഡ് D2. ഇനി അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അതിനെ ഡീസ് എന്ന് വിളിക്കാൻ കാരണം. DEES. ഇനി ഞാൻ അതിലേക്കൊരു AC ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണം. AC ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം നമുക്കറിയാം. അത് ഒന്നിടവിട്ട് പോസിറ്റീവും നെഗറ്റീവും തരും. അപ്പം ആദ്യം ഒരു പോസിറ്റീവ് സൈക്കിൾ തന്നാൽ പിന്നെ നെഗറ്റീവ് തരും, പിന്നെ പോസിറ്റീവ് തരും, പിന്നെ നെഗറ്റീവ് തരും. ഇനി കേൾക്കണം. ഇനി ഒരു സോഴ്സ് ഓഫ് അയൺ വേണം ഇതിന് നടുക്ക് വെക്കാൻ. ഇതിന് നടുക്ക് നമുക്കൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെക്കണം, ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടെ വെച്ചു. പറയുന്ന പോലെ ഒരു പോസിട്രോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെ ഞാനിവിടെ വെച്ചു. ഇനി ഈ ഡീസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. നോക്കിയേ, ഈ ഇവിടെയാണെങ്കിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഇൻടു ദ ബോർഡ്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇൻടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് എഴുതിയാൽ മതി.
ഇവിടെ ബോർഡിനകത്തേക്ക് ഓർ ഔട്ട്, അകത്തേക്കോ പുറത്തേക്കോ ഒരെണ്ണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡീസിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ചാർജിന് ഈ പ്ലെയിനെ കടന്ന് മൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് കേട്ടോ അത് പറയുന്നത്. ഇത്രയും ചെയ്ത് വെച്ച് ഇപ്പോൾ ഈ ഓസിലേറ്റിംഗ് എ സി എന്ന് ഇതിനെ പറയണേ, ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. അത് കൊടുക്കുന്ന ഇതിനെ വിളിക്കുന്നവരാണ് ഓസിലേറ്റർ. നമ്മൾ വേറെ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റർ പഠിക്കുന്നുണ്ട്. അതായത് എ സി അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ചാപ്റ്ററിൽ ഇവിടെ ഓസിലേറ്റർ പഠിക്കുന്നുണ്ട്. ഇവിടെ റേഡിയോ ഫ്രീക്വൻസി RF ഓസിലേറ്റർ എന്ന് പറയും. ഒരു റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉപയോഗിച്ചാണ് ഇവിടെ ഒരു AC ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. കേട്ടോണം, വർക്കിങ്ങിലേക്ക് പോവാണ്. ഇപ്പൊ ആദ്യം ഞാൻ ഈ പോസിറ്റീവ് അയന് പ്ലസ് ചാർജ് D2 കയറോ D1 കയറോ, D1 കൊടുക്കാം. D1 ഒരു നെഗറ്റീവ് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ എന്നാ പറ്റും? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് കിട്ടുമ്പോൾ ചാടി ഇങ്ങോട്ട് കയറും. ശരിയല്ലേ? അപ്പൊ അത് D1-നകത്ത് എൻ്ററായി. അപ്പൊ അവിടെ വന്നപ്പോൾ നമ്മൾ പറയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് അതൊരു സർക്കുലാർ മോഷനിൽ ലോറൻസ് ഫോഴ്സ് കാരണം ഏർപ്പെടും. നമ്മളവിടെ മുമ്പേ അതുകൊണ്ടാണ് അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ട്, സർക്കുലാർ മോഷനിൽ ഏർപ്പെടുമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഇതെന്നു വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു സർക്കുലാർ മോഷനിൽ ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പം ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് ഇപ്പോൾ അല്ലേ D1. പെട്ടെന്ന് നമ്മൾ എന്നാ വെച്ചാൽ D2 ഒരു പോസിറ്റീവ്, D1 പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് D1 പോസിറ്റീവും D2 നെഗറ്റീവും ആക്കും. അപ്പൊ എന്നാ പറ്റും? ആദ്യം D1 നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ D2 നെഗറ്റീവായി. D2 നെഗറ്റീവ് ആയപ്പോൾ എന്നാ പറ്റി? ഇവന് ഇവിടുന്ന് ഹൈ സ്പീഡിൽ ചാടിങ് കയറി. ആ ഒരു മോഷൻ കാരണം കൂടുതൽ അകത്തേക്ക് അതിനെത്താൻ പറ്റും. ഇവിടെ ഇത് പോസിറ്റീവ് ആക്കി, അത് ഇത് നെഗറ്റീവ് ആയിരുന്നു, അപ്പം ഇങ്ങനെ കയറി. ഇത് പോസിറ്റീവ് ആക്കി, ഇവിടെ നെഗറ്റീവ് ആയപ്പം പോസിറ്റീവിൻ്റെ ഒരു തള്ളലും നെഗറ്റീവിൻ്റെ ഒരു അട്രാക്ഷനും കൂടെ ഉണ്ട്. അപ്പം അത് കൂടുതൽ വലിയ ഒരു സർക്കുലാർ പാത്തിലൂടെ ലോറൻസ് ഫോഴ്സ് മൂലം പിന്നെ ഒരു സർക്കുലാർ റേഡിയസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇവിടെ വരുമ്പോൾ പിന്നെ എന്നാ ചെയ്യണം? ഇത് പോസിറ്റീവ് ആക്കുക, ഇത് നെഗറ്റീവ് ആക്കുക. അപ്പം ഇത് ഒറ്റയടിക്ക് ചാടി ഇപ്പറേ വരും. ബൈ കണ്ടിന്യൂസ്ലി വേരിയിങ് ദ പൊട്ടൻഷ്യൽ. വീണ്ടും ഇത് പോസിറ്റീവ് ആക്കുക, നെഗറ്റീവ് ആക്കുക. ഇതിങ്ങനെ സർക്കുലാർ പാത്തിൽ ഇതിനകത്തോടെ മൂവ് ചെയ്തിട്ട് ഫൈനലി മാക്സിമം വെലോസിറ്റിയിൽ ഇത് പുറത്തേക്ക് പോകും. ചിലപ്പോൾ നിങ്ങളുടെ ഫിഗറിനകത്ത് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ പ്ലേറ്റുകളൊക്കെ വെക്കും, ഇതിനകത്തോടെ തന്നെ പുറത്തേക്ക് പോകും. അങ്ങനെ വെലോസിറ്റി കുറഞ്ഞിരുന്ന അനങ്ങാതിരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഹൈ സ്പീഡുള്ള ഒരു ആക്സലറേറ്റിംഗ് ചാർജിൽ ഒരു ആക്സലറേറ്റർ ആക്കി ഞാൻ മാറ്റി. ദാറ്റ് ഡിവൈസ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ ബേസ്ഡ് അപ്പോൺ ദ ലോറൻസ് പ്രിൻസിപ്പിൾ. ഇത്രയും സാധനമാണ് വേണ്ടത്. കൺസ്ട്രക്ട് ചെയ്യുന്നു, അൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ഇനി ഇവിടെ ഇതിൻ്റെ ഫ്രീക്വൻസിയും റേഡിയസ് ഒക്കെ കാണാൻ ചോദിക്കും. നമ്മൾ മുമ്പ് എഴുതിയ പ്രിൻസിപ്പിൾ തന്നെ QVB = mv²/r. അപ്പോൾ സൈക്ലോട്രോൺ റേഡിയസ് എത്രയായിരിക്കും? R = രണ്ടും വെട്ടിക്കളയാം, QB/mv. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? V ഇവിടെ നിർത്തി കഴിഞ്ഞാൽ QB/r/m. ദാറ്റ് ഈസ് എ വെലോസിറ്റി obtained to the charge particle. ഇനി ഇവിടെ ടൈം പീരീഡ് അല്ലെങ്കിൽ T എന്ന് പറയുന്നതിനൊരു വ്യത്യാസമുണ്ട്. അവിടെ ഫുൾ സർക്കിൾ ആയിരുന്നു, ഇവിടെ ഹാഫ് സർക്കിളുകൾ. അപ്പോൾ πr 2πrന് പകരം πr/വെലോസിറ്റി. വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ πr/QBr/m. ദാറ്റ് ഈസ് ഈക്വൽ ടു πm/QB. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിനെടുത്ത സമയമാണ് കേട്ടോ. ടൈമാണ് T. നമുക്കറിയാം ടൈം T ആണെങ്കിൽ ടൈം പീരിയഡ് കാണാൻ വേണ്ടി കേട്ടോണം, ഇവിടെ 2
സർക്കിളിലൂടെ കടന്നു പോകുന്നത്, അതായത് മൊത്തം 1 റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ടി എന്ന് പറയണത് 2 ടൈംസ് ഓഫ് സ്മോൾ ടി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB. ദാറ്റ് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദിസ് ചാർജ് പാർട്ടിക്കിൾ. ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയണത് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഇതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് റേഡിയസിനും ഇൻഡിപെൻഡൻ്റ് ആണ്, വെലോസിറ്റിക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. അത് വി ഇല്ല, ആർ ഇല്ല, ഇതിന് രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/t, ദാറ്റ് ഈസ് ഈക്വൽ ടു QB ബൈ 2πm. അപ്പോൾ ഇത്ര ഇക്വേഷൻ. ഏതൊക്കെയാണ് ഇക്വേഷൻ? ദിസ് ഈസ് 1 റേഡിയസ്, വെലോസിറ്റി ഇക്വേഷൻ നമ്പർ 2, ടൈം ഫോർ ഒരു 1 സീഡ് 1 ഡീസ്, ഒരു ഡീസിലെ ടൈം എടുക്കുന്നത്. ദിസ് ഈസ് എ പീരിയഡ്, ദിസ് ഈസ് ദ ഫ്രീക്വൻസി. ഇത്രയും എണ്ണം പ്രൂവ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനും വരണം. സോ ഇറ്റ് ഈസ് ആക്സലറേറ്റർ ആണ് ഒരു പോയിന്റ് എഴുതാം. പ്രോട്ടോൺ, ഡ്യൂട്രോൺ, എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഡ്യൂട്രോണും പറ്റും. ആൻഡ് ആൽഫ പാർട്ടിക്കിൾ, നമുക്കറിയാം ഹീലിയം ന്യൂക്ലിയസ്, ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ ഏതൊക്കെ എക്സാമ്പിൾ ആണ് പറ്റുന്നത്? ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ, പ്രോട്ടോൺ. ഈ 4 എണ്ണത്തിന്റെ കേസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ന്യൂട്രോൺ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ ചോദ്യം വരും, അതിന് ചാർജ് ഇല്ലാത്ത കൊണ്ടാണ്. ഇലക്ട്രോൺ പറ്റാത്തതിന്റെ ചോദ്യം വരും, അതിന് മാസ് കുറവായതുകൊണ്ട് അതൊരു കൃത്യമായ സർക്കുലർ പാത്ത് അറ്റൈൻഡ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കൃത്യം സർക്കുലർ ഒന്നും കിട്ടിയല്ല. റിലേറ്റിവിസ്റ്റിക് മോഷനിൽ ഏർപ്പെടും എന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് ഓൺലി ഗെറ്റ് ആൻ റിലേറ്റിവിസ്റ്റിക് മോഷൻ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു രണ്ടുണ്ട്, D1 D2. നടുക്ക് പോസിറ്റീവ് ചാർജ് ആണ് ആദ്യം വലിച്ചു കയറ്റാൻ വേണ്ടി, ആ വശത്ത് ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുക. അതിൽ കയറി കഴിയുമ്പോൾ ലോറൻസ് ഫോഴ്സ് മൂലം കറങ്ങി അവിടെ വരും, അപ്പോൾ അത് പോസിറ്റീവ് ആകും, അപ്പോൾ ഒരു തള്ളൽ കിട്ടും. അടുത്തതിൽ നെഗറ്റീവ്, അപ്പോൾ കൂടുതൽ ശക്തിയിൽ അങ്ങ് വലിച്ചു കയറുമ്പോൾ അതിൻ്റെ റേഡിയസ് കൂടും. ബൈ കണ്ടിന്യൂസ്ലി ദിസ് പ്രോസസ്, ഫൈനലി the acceleration or velocity of the charge particle is increased to very high, and this device is called cyclotron. Okay.